മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനെ കാണാനായിട്ട് കടപ്പുറത്തെത്തുന്ന പ്രതാപനാണെങ്കിൽ ആകെ വല്ലാത്ത വിഷമത്തിൽ തന്നെ തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അവിടെ വെച്ച് മാർക്കോ പ്രതാപനെ കാണുന്നു. അങ്ങനെ പ്രതാപനാണെങ്കിൽ മാർക്കോനെ കാണുന്നതും ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. മാർക്കോ, നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ തിരിച്ച് ചോദിക്കുന്നുണ്ട്, താൻ ആരെ കാണാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവനെ കാണാനായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ ലോപ്പസ് പറയുന്നുണ്ട്, കണ്ണനെയാണോ കാണാൻ വന്നതെന്ന് ചോദിക്കുകയാണ്. അതോടുകൂടി വല്ലാത്തൊരു പ്രാളത്തിലാകുകയാണ് നമ്മുടെ പ്രതാപൻ. കണ്ണൻ സാറിൻ്റെ അച്ഛനെ കൊന്ന് തന്നെ ശരിക്കൊന്ന് കാണാനായിട്ട് എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് ഇതങ്ങോട്ട് പിടിച്ചോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാർക്കോയും ലോപ്പസും കൂടി നല്ല രീതിക്ക് തന്നെ പ്രതാപനെ തല്ലി ചതിക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ മാർക്കോ, നീ എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് തന്നെ അവിടെ നിന്നും പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, താൻ മനഃപൂർവ്വമല്ലേ കണ്ണൻ സാറിൻ്റെ അച്ഛനെ ലോറി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ മനഃപൂർവ്വമല്ല, എൻ്റെ വണ്ടിയാണെങ്കിൽ അറിയാതെ ഒന്ന് തട്ടിപ്പോയതാണെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും തനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ മനുഷ്യനെ രക്ഷപ്പെടുത്താമായിരുന്നല്ലോ, താൻ മനഃപൂർവ്വം ഇട്ടിട്ട് പോയതല്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് വീണ്ടും നല്ല രീതിക്ക് തന്നെ തല്ലു കൊടുക്കുകയാണ് മാർക്കോ. തന്നെ ഇനി എവിടെ വെച്ച് കണ്ടാലും തൻ്റെ സ്ഥിതി ഇത് തന്നെ ആയിരിക്കുമെന്നെല്ലാം വാണിംഗ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കോ അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ പ്രതാപൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, അവനെ കാണാതെ ആയപ്പോഴേക്കും വണ്ടിയിൽ തന്നെ തിരിച്ചു പോയാൽ മതിയായിരുന്നു, ഇറങ്ങിയത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നോർത്ത് പ്രതാപൻ വളരെ പാടുപെട്ടുകൊണ്ട് തന്നെ വണ്ടിയിൽ കയറുകയാണ്. പിന്നീട് വീട്ടിലാണെങ്കിൽ പ്രതാപനെ കാത്തിരിക്കുകയായിരുന്നു മുത്തശ്ശി. അങ്ങനെ പ്രതാപൻ്റെ വണ്ടി വരുന്നത് മുത്തശ്ശിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രതാപൻ്റെ അടുത്ത് കാര്യം അന്വേഷിക്കാനായിട്ട് പോകുമ്പോഴേക്കും പ്രതാപൻ വളരെ പാടുപെട്ടുകൊണ്ട് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നതുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. കണ്ണൻ നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പോയി, ഇപ്പോൾ എനിക്കാണ് ഒട്ടും നടക്കാൻ പറ്റാത്തതെന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശിയോട് പറയുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, നീ എവിടെ പോയാലും നിനക്ക് തല്ലുകൊള്ളാനാണുള്ള വിധി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. ആ മാർക്കോ ആണെങ്കിൽ ഇതിന് അമ്മയെ കാണാനും കൂടെ വരാനിരിക്കുകയാണെന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, ഈ വയസ്സാം കാലത്ത് അവൻ എന്നെ എന്ത് വന്ന് ചെയ്യാനാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആകെ വിഷമിക്കുന്നുണ്ട്. പിന്നീട് അടുക്കളയിലെ ജോലിയെല്ലാം തീർന്നതിന് ശേഷം അവിടെയെല്ലാം വൃത്തിയാക്കാനായിട്ട് കരുണയോട് പറയുമ്പോൾ കരുണയാണെങ്കിൽ ആകെ ഞെട്ടിവിറയ്ക്കുകയാണ്. കരുണ പറയുന്നുണ്ട്, എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, ഞാൻ എല്ലാ ജോലിയും ചെയ്തല്ലോ, അതൊക്കെ ഇവിടുത്തെ അമ്മ ചെയ്തോളൂ എന്ന് കരുണ പറയുമ്പോൾ അമ്മയൊന്നും ചെയ്യേണ്ട, നീ തന്നെ ചെയ്താൽ മതി എന്നെല്ലാം മഹി പറയുകയാണ്. വീട്ടുപണികളെല്ലാം ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നിനക്ക് തന്നെ ഇത് നല്ല രീതിക്ക് ഉപയോഗപ്പെടും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. പണ്ട് നിനക്ക് പുറത്തെ ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അന്നൊക്കെ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്, പക്ഷേ അമ്മ എനിക്ക് വാങ്ങിത്തരുമ്പോഴേക്കും നിൻ്റെ അച്ഛനും മുത്തശ്ശിയും കൂടെ അതൊന്നും തിന്നാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ, അതുകൊണ്ട് നീ അതൊന്നും നോക്കണ്ട, നീ ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണമെന്നെല്ലാം മഹി പറയുന്നത് കേട്ട് ദേഷ്യത്തോട് നിൽക്കുകയാണ് കരുണ. എന്നിട്ട് ഇവിടെ അടിച്ച് വൃത്തിയാക്കാനായിട്ട് കരുണയോട് പറയുമ്പോഴേക്കും കരുണ അതെല്ലാം അനുസരിക്കുകയാണ്. അങ്ങനെ മഹി പോയതിന് ശേഷം ഇവിടെ ഒരു ദിവസം നിന്നെ ഞാൻ ഗ്യാസ് തുറന്നു വിട്ട് തീ കൊളുത്തി ഈ വീട് ഞാൻ കത്തിക്കുമെന്നെല്ലാം കരുണ മനസ്സിൽ പറയുന്നുണ്ട്. പിന്നീട് മുകളിലോട്ട് വരുന്ന ദുർഗയാണെങ്കിൽ കരുണ അവിടെയെല്ലാം വൃത്തിയാക്കുന്നത് കാണുമ്പോഴേക്കും ആകെ സങ്കടപ്പെട്ടതുകൊണ്ട് തന്നെ ദുർഗ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ദുർഗയ്ക്കാണെങ്കിൽ ആകെ സങ്കടം വരുന്നുണ്ട്. മോളെ, നീ എന്താണ് ഈ ചെയ്യുന്നത്, ഞാൻ ചെയ്യാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയുടെ അടുത്ത് നിന്നും തുടയ്ക്കുന്ന സ്റ്റിക്കെല്ലാം വാങ്ങുന്നുണ്ട്. പക്ഷേ കരുണ അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഇതൊന്നും അമ്മ ചെയ്യേണ്ടായി, ഞാൻ ഇതെല്ലാം ചെയ്യാനായിട്ട് പഠിക്കുകയാണ്, ഇങ്ങനെയൊന്നും ചെയ്യാതെ ഇവിടെ ജീവിച്ചു പോകാനായിട്ട് എനിക്ക് പറ്റില്ല എന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, മോളെ, നീ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഇപ്പം മഹിയെയും കണ്ണനെയും പേടിച്ചിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്, അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ അമ്മ അധികമൊന്നും എന്നോട് ചോദിക്കേണ്ട, അതൊന്നും എനിക്ക് പറയാനായിട്ട് താല്പര്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. പക്ഷേ ദുർഗയാണെങ്കിൽ കരുണ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ പകർത്തി പ്രതാപനും മുത്തശ്ശിക്കും അയച്ചു കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. അവർ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് ദുർഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ദുർഗ അയച്ചു തന്നിട്ടുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രതാപൻ. ഇത് കാണുന്ന പ്രതാപനാണെങ്കിൽ ആകെ സങ്കടമാകുകയാണ്. കരുണമോൾ ഇതെല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് പ്രതാപനാണെങ്കിൽ സങ്കടം സഹിക്കാനാകുന്നില്ല. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന മുത്തശ്ശിയാണെങ്കിൽ നീ എന്താണ് പ്രതാപ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും കാണുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കാണിക്കാതെ തന്നെ മാറ്റിവെക്കുകയാണ്. ദുർഗ നിൻ്റെ ഫോണിലോട്ട് എന്തോ അയച്ചു തന്നിട്ടുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ അടുത്ത് നിന്ന് ഫോൺ മേടിച്ച് നോക്കുന്ന മുത്തശ്ശിക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണെങ്കിൽ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. മുത്തശ്ശി കരയുന്നത് കണ്ട് പ്രതാപനും ആകെ സങ്കടപ്പെടുകയാണ്. എന്താണ് പ്രതാപ ഈ കാണുന്നതൊക്കെ, എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പ്രതാപനോട് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണമ്മേ, ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ മുഖത്തിനിട്ട് നല്ല ഒരെണ്ണം കൊടുക്കുകയാണ് മുത്തശ്ശി. ഈ സൗണ്ട് കേട്ട് അങ്ങോട്ട് വരുന്ന മോഹിനിയാണെങ്കിൽ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇത് കാണാൻ, നിനക്കിത് കാണുമ്പോൾ സമാധാനമാവുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ആണെങ്കിൽ മോഹിനിയെ കാണിക്കുകയാണ്.
വീഡിയോ കാണുന്ന മോഹിനിക്കും വളരെ സങ്കടമാകുന്നുണ്ട്. കാരണം മോളൊന്നും ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ ചെയ്യുന്നതെന്ന് ഓർത്ത് മോഹിനി വളരെ സങ്കടപ്പെടുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.